എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു അറബിക് ഡിഷാണ്, കമീർ ബ്രെഡ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2-3 നമ്മളെടുക്കണ നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഈസ്റ്റ് എടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് തിളപ്പിച്ച പാല് ഇളം ചൂടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഭയങ്കര ചൂട് പാടില്ല, എന്നാൽ ഒട്ടും ചൂടില്ലാതെ ആവാനും പാടില്ല. ഇളം ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് അടച്ച് വെക്കണം. പാലും ഈസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും തന്നെ. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് മൈദയാണ്. മൈദ പൊടി നമുക്ക് അളവിനനുസരിച്ച് എത്ര ആൾക്കാർക്ക് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് അളന്നെടുക്കാം. മൈദ പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നല്ല കൂടാനായിട്ട് നമുക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ വേണം. പാൽപ്പൊടിയും ഒരു 2-3 സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റും കൂടി വരും. ഇനി അതിലേക്ക് കുറച്ച് എള്ളാണ്, കറുത്ത എള്ളില്ലേ, അതാണ് ഇടുന്നത്. ഈ കറുത്ത എള്ളിന് പകരം ബ്ലാക്ക് കുമിൻ സീഡ് ഇട്ടാലും മതി. ഇവിടെ ഞാൻ ഇതാണ് ഉണ്ടായിരുന്നത്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇതും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊങ്ങി വന്നിട്ടുള്ള പാലില്ലേ, അത് കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല മയത്തോടു കൂടി ആ മാവ് വരാനായിട്ട് നന്നായി കുഴച്ചെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ച് വയ്ക്കാനായിട്ട്. ഇതേപോലെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇതേപോലെ ഒന്ന് മുകളിലാക്കി കൊടുത്താൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ചേർത്തിട്ട് അങ്ങനെ അടച്ചൊരു 2 മണിക്കൂറോളം അടച്ച് വയ്ക്കണം. ഇപ്പോൾ അത് നല്ല മയം വന്നിട്ടുണ്ട്. ഈ ബോളിനെ നമ്മൾ 4 അല്ലെങ്കിൽ 5 പോർഷനാക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം നമുക്ക് പരത്താനുള്ള സൗകര്യത്തിന്. ഇപ്പോൾ ഇവിടെ 5 ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു ചപ്പാത്തി പരത്തണ ഇതിൽ വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം.
ഈ ഒരു കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കാം. നമുക്ക് പൂരിയുടെ ഷേപ്പിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ റൗണ്ടുകളാക്കിയിട്ടെടുക്കാം, ഇല്ലെങ്കിൽ കോണ് വേണമെങ്കിൽ കോണാക്കിയിട്ടെടുക്കാം. ഇവിടെ ഞാൻ കോണിൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. പിന്നെ ഇതുപോലൊരു അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ പാനോ എന്താന്ന് വെച്ചാൽ അതൊന്ന് നന്നായി ചൂടായി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ പരത്തി വെച്ചിട്ടുള്ള ഓരോരോ പീസാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഓരോന്നും ഇട്ടിട്ട്, ഓരോന്നല്ല ഒരു 4-5 പീസുകൾ ഇതിൽ പോവും. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി പൊങ്ങി വരും. പൂരി പോലെ തന്നെ നമുക്ക് ഭട്ടൂര ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നന്നായി പൊങ്ങി വരും. നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഇത് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. നമുക്കതുപോലെ കറിയൊക്കെ, ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.